إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തറ ഭദ്രമല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങും തകരാറിലാകും എന്നറിയുന്നവരാണ് നാം. നാം കാണുന്ന, നാം നിർമ്മിക്കുന്ന ഏതൊരു ബിൽഡിങ്ങും അത് നിലനിൽക്കുന്നത് അതിന്റെ തറ കെട്ടുറപ്പുള്ളതുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവന്റെ ദീൻ, അവൻ പഠിപ്പിച്ച ആദർശം മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ ദീനിന്റെ അടിത്തറയായ തൗഹീദ് ശരിയാകണം. ഇത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചുണർത്തിയ കാര്യമാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മറ്റൊരു വചനത്തിൽ ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. ഈ രണ്ട് വചനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഹലോക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അവൻ നമുക്ക് നൽകുന്ന സബാത്ത്, അല്ലാഹു നമ്മെ അവന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്ന കാര്യം, അതോടൊപ്പം അവൻ നമുക്ക് ലഭിക്കുന്ന, അവനിൽ നിന്ന് ലഭിക്കുന്ന നസ്ർ, സഹായം, ഈ രണ്ട് കാര്യങ്ങളും തൗഹീദ് ലഭിച്ചെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് ശരിയാകണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് നാം നേടിയെടുക്കണം. തൗഹീദിന്റെ പ്രാധാന്യം, വഹുവ ജിമാഉൽ ഖൈർ, അത് ഒരാളിൽ എല്ലാ നന്മയും സമ്മേളിക്കാൻ കാരണമാകുന്നതാണ്. വലാ തുഖ്ബലു ഹസനത്തുൻ ഇല്ലാ ബിഹി, അതുകൊണ്ടല്ലാതെ ഒരു നന്മയും അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. വൽ അമലുൽ ഖലീലു മഅഹു മുളാഅഫുൻ, ഒരാളുടെ കർമ്മങ്ങൾ കുറഞ്ഞാലും തൗഹീദ് ഉണ്ടെങ്കിൽ
ആ കർമ്മങ്ങളെ അത് ഇരട്ടിപ്പിക്കും. വബിദൂനിഹിൽ അഅ്മാലു സ്വാലിഹ ഹാബിതത്തുൻ വഇൻ കാനത് അംസാലൽ ജിബാൽ. തൗഹീദില്ലാത്ത കർമ്മങ്ങൾ പർവ്വത സമാനമായ നിലക്കുണ്ടായാലും, ആകാശം മുട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. ഇതാണ് തൗഹീദി ആദർശത്തിന്റെ പ്രാധാന്യത. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരും സമൂഹത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് തൗഹീദാണ്. തൗഹീദ് പറയാത്ത ഒരു നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല. യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല എന്നാണ് എല്ലാ നബിമാരും സമൂഹത്തോട് ഉപദേശിച്ചത്. നാം ഹജ്ജ് മാസങ്ങളിലാണ് നിലകൊള്ളുന്നത്. ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയുമാണ് വിശുദ്ധ ഹജ്ജ് മാസങ്ങൾ. മില്ലത്തു ഇബ്രാഹിം അനുസ്മരിക്കാതെ ഈ ഹജ്ജ് മാസങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട കലിമത്തു തൗഹീദ് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിമും യാക്കൂബും അലൈഹിമസ്സലാം തന്റെ മക്കളെപ്പോലും കുടുംബത്തെപ്പോലും തൗഹീദിന്റെ വിഷയത്തിൽ ഉപദേശം നൽകിയ കാര്യം വിശുദ്ധ ഖുർആൻ ഗൗരവത്തിലൂടെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വവസ്വാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ വിളിച്ച് ആ രണ്ട് നബിമാരും ഉപദേശിക്കുന്നത് അല്ലാഹു നിങ്ങൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ള ഈ ദീൻ അതനുസരിച്ചല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്നാണ്. അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് അലൈഹിസ്സലാം മരണാസന്ന വേളയിൽ തന്റെ മക്കളെ വിളിച്ച് ഉപദേശിച്ച കാര്യമാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്റെ കാലശേഷം ആരെയാണ് നിങ്ങൾ ആരാധിക്കുക? ഖാലു, മക്കൾ ഒന്നടങ്കം പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവേ, നിങ്ങൾ പഠിപ്പിച്ച ആരാധ്യൻ, നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹീമും ഇസ്മാഈലും ഇസ്ഹാഖും പഠിപ്പിച്ച ഏക ആരാധ്യനായ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ഒരു പിതാവ് മരണപ്പെടുന്ന നേരം തന്റെ മക്കളും തൗഹീദിലാണ് എന്ന് ഉറപ്പിച്ചു മരണപ്പെടുന്ന ഈ ഒരു ഉത്തമ മാതൃക ഓരോ മുസ്ലിമും സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ ഈ തൗഹീദ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കാലശേഷവും നമ്മുടെ മക്കൾ അവർ ജീവിതത്തിന്റെ ഏത് മേഖലയിലൂടെ കടന്നുപോയാലും, അവർ ഭൗതിക ലോകത്ത് എത്ര ഉന്നത സ്ഥാനങ്ങളിലെത്തിയാലും തൗഹീദുള്ളവരാണ് അവർ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. തൗഹീദിനെതിരിലുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് പോലും താക്കീത് ചെയ്ത കാര്യമാണ്. തൗഹീദിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുള്ള ജീവിതം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് വളരെ ഗൗരവത്തിലാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള നബിമാർക്കും വഹി നൽകപ്പെട്ട കാര്യമാണ്. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ കർമ്മങ്ങൾ പോലും നിഷ്ഫലമാണ്. താങ്കൾ പോലും പരലോകത്ത് പരാജിതരിൽ പെട്ടുപോകും. അതുകൊണ്ട് ബലില്ലാഹ ഫഅ്ബുദ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വകും മിനശ് ശാകിരീൻ, അങ്ങനെ അല്ലാഹുവിന്
നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നത്. അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയോടും ഒരു മനുഷ്യൻ സഹായം തേടുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന കാര്യവും അവർക്കതിന് കഴിവില്ല, ശക്തിയില്ല എന്ന കാര്യവും വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉണർത്തിയ കാര്യമാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടെ ഈ തൗഹീദിന്റെ സന്ദേശം ഓർമ്മപ്പെടുത്തുന്നത് ഓരോ നിമിഷ നേരത്തിലും ഓരോരുത്തരും വ്യതിചലിച്ചു പോകുന്നതും വഴിതെറ്റിപ്പോകുന്നതും ഈ തൗഹീദിന്റെ ആദർശത്തിൽ നിന്നാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യവും കൂടിയാണ്. അതുകൊണ്ട് അല്ലാഹ് ആവർത്തിച്ച കാര്യം നമ്മളും ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് അതിന്റെ പ്രാധാന്യം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ മനുഷ്യർ അല്ലാഹുവിന് പുറമെ ഏതൊക്കെ ശക്തിയോട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ തേടുന്നുവോ ആ ശക്തികൾക്ക് അതിനുള്ള കഴിവില്ല, ഒരർത്ഥത്തിലും അതിനുള്ള അർഹതയില്ല എന്ന കാര്യം അല്ലാഹ് ആവർത്തിച്ചു പറയുന്നുണ്ട്. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅ വഹും യഖ്ലഖൂൻ. അവർ അല്ലാഹുവിന് പുറമെ പല ആരാധ്യന്മാരെയും സ്വീകരിച്ചു. ആ ആരാധ്യന്മാരോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അവർ തന്നെ സൃഷ്ടികളാണ്. വലാ യംലികൂന ലി അൻഫുസിഹിം ളർറൻ വലാ നഫ്അൻ. അവർക്ക് സ്വന്തമായി ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഉള്ള കഴിവില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. മരണത്തെയോ ജീവനത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവരാരും ഉടമപ്പെടുത്തുന്നില്ല. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങളിൽ നിന്ന് ദുരിതം നീക്കാനോ നിങ്ങൾ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് മാറ്റം വരുത്താനോ അതവർക്ക് സാധ്യമല്ല. വലാ യസ്തതിഊന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ. അവർക്ക് അവരെ സഹായിക്കാനോ നിങ്ങളെ സഹായിക്കാനോ സാധ്യമല്ല. ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. അല്ലാഹ് എനിക്ക് ഒരു ളുർ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ ഈ ആരാധ്യന്മാർ ആ ളുറിൽ നിന്ന് എന്നെ നീക്കം ചെയ്യാൻ അവർക്കാകുമോ? ഔ അറാദനി ബി റഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തിഹി. അല്ലാഹ് എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ആ റഹ്മത്ത് എനിക്ക് തരാതെ പിടിച്ചു വെക്കാൻ നിങ്ങൾ പറയുന്ന ഈ ആരാധ്യന്മാർക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. പറഞ്ഞു കൊടുക്കണം, എനിക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർളി. ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ ഒരണുത്തൂക്കം വരുന്ന ഏതെങ്കിലും ഒരു കഴിവ് അവർ ഉടമപ്പെടുത്തുന്നില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്ക്. ആകാശഭൂമികളിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിക്കാൻ അവരെന്തെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള പങ്ക് അവർക്കുണ്ടോ? വമാ ലഹു മിൻഹും മിൻ ലഹീർ. ഇവരിൽ നിന്ന് അല്ലാഹുവിന് വല്ല സഹായമുണ്ടോ? അതുമില്ല. ഇങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാം ഉടമപ്പെടുത്തുന്നവനും അത് നൽകാൻ കഴിവുള്ളവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നാണ് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹ് പരിചയപ്പെടുത്തിയത് യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും അവനോടാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നും അവൻ കാര്യനിർവഹണത്തിലാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ഇബാദി കുല്ലുക്കും ളാലുൻ ഇല്ലാ മൻ ഹദൈതുഹു. എന്റെ അടിമകളെ, നിങ്ങളൊക്കെ വഴിതെറ്റിയവരാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദിക്കും. നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ. നിങ്ങളൊക്കെ വിശന്നവരാണ്. ഇല്ലാ മൻ അത്അംതുഹു. ഞാൻ അന്നം നൽകിയവരല്ലാതെ. ഞാൻ ആർക്കാണ് അന്നവും വെള്ളവും നൽകുന്നത്? അല്ലാഹ് നമ്മോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം വിശുദ്ധ ഖുർആനിലുണ്ട്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. അവർ വരൾച്ച അനുഭവിച്ച് നിരാശരായ ശേഷം അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുത്തവനാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ഈ അന്തരീക്ഷത്തെ ചൂടും തണുപ്പുമായി മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവല്ലാതെ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ അതിനൊരു ശക്തിയുമില്ല. അത് അല്ലാഹ് പറയുന്നത്, ഞാൻ ഭക്ഷണം തന്ന, ഞാൻ വെള്ളം നൽകിയവരല്ലാതെ എല്ലാവരും അതിനാവശ്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ അതെന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് അന്നം നൽകും. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളൊക്കെ നഗ്നരാണ്, ഞാൻ വസ്ത്രം നൽകിയവരല്ലാതെ. ഫസ്തക്സൂനി അക്സുക്കും, നിങ്ങൾ എന്നോട് വസ്ത്രം തേടി പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്കത് നൽകും. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ രാവും പകലും ഭേദമില്ലാതെ നിങ്ങൾ തെറ്റുകളിൽ മുഴുകുന്നവരാണ്, ഞാനോ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിറു ലക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടണം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഈ ഹദീസിൽ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഒന്ന് ഹിദായത്ത്, മറ്റൊന്ന് അന്നവും വെള്ളവും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക എന്നത്, വസ്ത്രം തേടുക എന്നത്, അതുപോലെ പാപമോചനം തേടുക എന്നത്. ഇന്ന് ഇതിനൊക്കെയാണ് പടപ്പുകളോടും അല്ലാത്ത സൃഷ്ടികളോടും തേടിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പലവിധ ന്യായങ്ങൾ പറഞ്ഞ് ശിർക്ക് സ്ഥാപിക്കുവാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നിന്ന് തൗഹീദിന്റെ ശരിയായ ഈ ആദർശം, അല്ലാഹുവല്ലാതെ എനിക്ക് ഹിദായത്ത് നൽകാൻ, എനിക്ക് അന്നം നൽകാൻ, വെള്ളം നൽകാൻ, ഈ അന്തരീക്ഷത്തെ ചൂടും തണുപ്പുമുള്ളതായി മാറ്റിമറിക്കാൻ റബ്ബിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അവരിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന ആ തൗഹീദിന്റെ അടിസ്ഥാനം, ഇതാണ് ദീനിന്റെ ഭദ്രത എന്നത്. ഇത് ദീൻ എന്ന ബിൽഡിങ്ങിന്റെ തറയാണ്. ആ തറ തകർന്നാൽ പിന്നെ ദീനില്ല എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളുമെല്ലാം ഏത് സന്ദർഭത്തിലും ഈ ഒരു തൗഹീദിന്റെ ആദർശം മനസ്സിലാക്കുകയും മരണം വരെ ആ തൗഹീദിന്റെ ആദർശത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ഉറപ്പ് നേടിയെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്വർഗം നിഷിദ്ധമാക്കുന്ന, നരകത്തെ നിർബന്ധമാക്കുന്ന പാപമാണ് ശിർക്ക് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, അവർക്ക് അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കും, അവരുടെ അഭയകേന്ദ്രം നരകമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ എല്ലാ വശങ്ങളും പഠിക്കലാണ് ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ ഉള്ള ഏക മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ മരിക്കുന്നത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അറിഞ്ഞുകൊണ്ടാണ്. ആ അറിവ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു മഅൽ അമൽ എന്നാണ്. അറിവിന്റെ കൂടെ അതനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകലാണ്. അങ്ങനെ അറിവും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള പ്രവർത്തനവുമുണ്ട്. ആ നിലക്കാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ ഈ അറിവ് നമ്മൾ ഓരോരുത്തരും ഫർള് ഐൻ, നിർബന്ധമായും അറിയേണ്ട അറിവായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്ത് എന്ന് നീ പഠിക്കണം എന്നാണ്. നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കണം. ഇപ്പോ SSLC റിസൾട്ടും അതുപോലെ
+2 റിസൾട്ടും അറിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലേക്ക് ഒരു ജോലി ലക്ഷ്യം വെച്ച് ഇനി ഏത് കോഴ്സ് ചേരണം, ഏത് പഠനമാർഗം സ്വീകരിക്കണം എന്ന് വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയമാണ്. ഒരു മുസ്ലിം രക്ഷിതാവെന്ന നിലക്കും മുസ്ലിം വിദ്യാർത്ഥിനികൾ എന്ന നിലക്കും നമുക്ക് അനുവദിച്ച വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഏത് വഴിക്കും സഞ്ചരിക്കാം, അങ്ങനെ ഏത് ജോലിയും നമുക്ക് നേടിയെടുക്കാം, അള്ളാഹു തൃപ്തിപ്പെടുന്നതും അവൻ അനുവദിച്ചതുമായ. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഏത് വിദ്യാഭ്യാസ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന ആദർശത്തിൽ നമ്മളുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നേരത്തെ യാക്കൂബ് അലൈഹിസ്സലാം മക്കളെ വിളിച്ച് മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? ആ യാക്കൂബ് എന്ന പിതാവിന്റെ മാതൃക ഇന്നത്തെ ഓരോ പിതാവിനും ഉണ്ടാകണം. അതുപോലെ വസിയ്യത്തു ലുഖ്മാൻ, സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വസിയ്യത്ത് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. മോനെ, നീ ശിർക്ക് ചെയ്യരുത്, ശിർക്കാണ് ഏറ്റവും വലിയ പാപം എന്ന് ഒരു പിതാവ് മകന് നൽകിയ ഉപദേശം നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ പിതാക്കൾ എന്ന നിലക്ക് നമ്മൾ തൗഹീദിലാകുക. ആ തൗഹീദ് വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ മക്കളെ കൂടി തുടർത്തുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വവും കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ശിർക്കിന്റെ എല്ലാ ഇനങ്ങളും മുസ്ലിം സമൂഹത്തിൽ പ്രചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ തൗഹീദിന്റെ വശങ്ങൾ മനസ്സിലാക്കി ആ തൗഹീദിലായി ജീവിക്കാനും മരണപ്പെടാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എത്രയോ രോഗികൾ ആശുപത്രിയിലും വീടുകളിലുമായി വേദനിച്ച് കഴിയുന്നു. പലരും ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അഗ്ഇത്നാ ഗൈഥൻ മുഗീഥ. اللهم اغثنا غيثا مغيثا. اللهم اغثنا غيثا مغيثا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.